2026 അതായത് ഈ വർഷം ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം പേരെ അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ വാർത്തകളൊക്കെ ഇന്ത്യൻ മീഡിയയിൽ ഗ്രാജുവലായിട്ട് അപ്പിയർ ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾക്ക് ഭയമായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ ഇത് പ്രെഡിക്റ്റ് ചെയ്തു ഏകദേശം 1 വർഷം മുമ്പ്. ഇന്ത്യയുടെ അമേരിക്കൻ, അതായത് ഡയസ്ഫോറയാണെങ്കിലും H1B ആണെങ്കിലും ഗ്രീൻ കാർഡ് ആണെങ്കിലും ഇത് ഇന്ത്യയെ സാരമായിട്ട് ബാധിക്കും. ഫോറിൻ റെമിറ്റൻസിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് രണ്ടാമത്തെ സംഭവം 2027 2026 കൂടി 5 ലക്ഷം 6 ലക്ഷം ഇന്ത്യക്കാരെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യും. കാരണം അമേരിക്കയുടെ പുതിയ റൂൾ എന്ന് പറയുന്നത് സ്ട്രിക്റ്റാണ് ഈ സംഭവം. അതിനിടയ്ക്ക് ട്രംപ് ഈ വലിയ പ്രശ്നം അവിടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ മോദി ഇന്ത്യ ഗവൺമെൻറ്റൊക്കെ പറഞ്ഞ് അതിൻ്റെ റിലാക്സേഷൻ കൊടുത്തു. എൻ്റെ റിന്യൂവലിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പോൾ പിക്ചറങ്ങ് മാറി. അതായത് പോയിരിക്കണം, അമേരിക്കയിൽ നിന്നും പോയിരിക്കണം. എന്താണ് H1B വിസയുടെ സംഭവം? ഇപ്പം പുതിയതായിട്ടുണ്ടായ ഡെവലപ്മെൻറ്റ്, അവർക്ക് അവിടുത്തെ കമ്പനിക്ക് ആവശ്യമുള്ള ഇന്ത്യക്കാരെ അവരവിടെ നിലനിർത്തുകയാണ്. കുറച്ച് പേര് മാത്രം. അതായത് കീ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന പല സീനിയറായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് ഉണ്ട്. അവർക്ക് എക്സ്റ്റൻഷൻ കൊടുത്ത് ഈ പറയുന്ന പെനാൽറ്റി ഒന്നുമില്ല. ബാക്കിയുള്ളവരോട് സിയാറ്റിലാണെങ്കിലും കാലിഫോർണിയ ആണെങ്കിലും സാൻ ഫ്രാൻസിസ്കോ ആണെങ്കിലും ന്യൂയോർക്ക് ആണെങ്കിലും ഇവിടൊക്കെ വളരെ കൃത്യമായിട്ട് കമ്പനികൾ പറഞ്ഞിരിക്കുന്നത് 60 ദിവസത്തേക്ക് നിങ്ങൾക്ക് ലീവ് എടുക്കാം. അതായത് അവരാ പറഞ്ഞ ഡേറ്റ് മുതൽ നിങ്ങൾക്ക് വേറെ ജോലി അന്വേഷിക്കാം. 60 ദിവസം ആ സമയത്ത് സാലറി തന്നിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് അമേരിക്ക വിട്ടു പോകണം. മാൻഡേറ്ററി ആണ്, നിൽക്കാൻ പറ്റത്തില്ല. ഇതാണ് സംഭവം. ഇനി ഇതിനെ മോദിയെ താങ്ങി നടക്കുന്ന സംഘപരിവാറുകാരനോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ അമേരിക്കയെ ഇന്ത്യ പാഠം പഠിപ്പിക്കും, മോദി പാഠം പഠിപ്പിക്കും, മോദി സറണ്ടർ അല്ല, കിറണ്ടർ അല്ല, മോദി കോപ്പ. മോദി വലിയ രീതിയിൽ സറണ്ടർ ചെയ്ത് റിക്വസ്റ്റ് ചെയ്തു. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്തു. ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞത്. കാരണം ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ളവർ ഗുജറാത്തികളാണ്. ഡിപ്പെൻഡൻറ്റ് വിസ. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. മോദി കാലിൽ പിടിച്ച്, അതായത് ആൾക്കാരെ വിട്ട് എല്ലാ രീതിയിലും നെഗോഷിയേറ്റ് ചെയ്ത് ചർച്ച ചെയ്യാനൊക്കെ ശ്രമിച്ചു. അതിൻ്റെ പേരിലാണ് ട്രേഡ് ഡീല് അമേരിക്ക പറയുന്ന രീതി ചെയ്തു കൊടുത്തത്.